the most trusted Gnanaya matrimonial. മലങ്കര സുറിയാനി ജ്ഞാനായ സമുദായത്തിൻ്റെ അധിപതിരാസനത്തിൻ്റെ അനുഗ്രഹവും അഭിമാനവുമായി ലോകത്തിൻ്റെ നാനാദിശകളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിപ്പാർക്കുന്ന എല്ലാ സ്നേഹനിധികളായ ജ്ഞാനായ മക്കളെ, നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ നിങ്ങളുമായി സ്നേഹം പങ്കിടുവാനുള്ള ഈ വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ. ജ്ഞാനായ weddings.com എന്ന ഒരു പുതിയ സംരംഭത്തിൽ കൂടെ ജ്ഞാനായ സമുദായത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിനെ, യങ്സ്റ്റേഴ്സിനെ ഒന്നിപ്പിക്കുവാൻ തക്കവണ്ണം, അവരെ പരസ്പരം കൂടുതലായി ആഴമായി അറിയുവാന്, മനസ്സിലാക്കുവാന്, സ്നേഹിക്കുവാന്, സേവിക്കുവാന് ഉള്ള ഒരു അനുഗ്രഹീത സന്ദർഭമാണ്, സാഹചര്യമാണ് ജ്ഞാനായ weddings.com കൂടെ, ഈ പുതിയ സംരംഭത്തിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനായി പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികളെയും ഈ സമയത്ത് അനുമോദിച്ചുകൊണ്ട് പറയട്ടെ. വലിയ അപ്പസ്തോലിക പാരമ്പര്യത്തിൽ വേരൂന്നിക്കൊണ്ട് പരിശുദ്ധ സുറിയാനി സഭയുടെ, പരിശുദ്ധ അന്ത്യോക്യൻ സഭയുടെ അനുഗ്രഹീതമായ സത്യവിശ്വാസം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന, എന്നാൽ അതേ സമയത്ത് തന്നെ തങ്ങളുടേതായ പൈതൃകവും വ്യക്തിത്വവും കാത്തു സൂക്ഷിക്കുന്ന ഒരു സമൂഹമാണ് മലങ്കര സുറിയാനി ജ്ഞാനായ സമൂഹമെന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. തങ്ങളുടേതായ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ, പാരമ്പര്യങ്ങളെ നെഞ്ചിലേറ്റുമ്പോൾ തന്നെ എല്ലാവരെയും സ്നേഹിക്കുവാൻ സാധിക്കുന്ന, പൊതുസമൂഹത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് വളരെയേറെ കരുതലുള്ളതായ ഒരു സമൂഹമാണ് ജ്ഞാനായ സുറിയാനി സമൂഹം. 4-ാം നൂറ്റാണ്ടിൽ ഈ മലങ്കര മണ്ണിലേക്ക് മധ്യപൂർവ്വ ദേശങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവരുടെ സന്തതി പരമ്പരകൾ അല്ലെങ്കിൽ പിൻഗാമികളാണല്ലോ ജ്ഞാനായ സമൂഹം. ഒരുപക്ഷെ ജ്ഞാനായ സമൂഹത്തെക്കുറിച്ച്, ഈ സമൂഹത്തിൻ്റെ തനിമയെക്കുറിച്ചും പാരമ്പര്യങ്ങളെക്കുറിച്ചും ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അതിന് ഉത്തരമായി ഒന്ന് മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ: ഈ ഭൂമുഖത്ത് ഞങ്ങൾ ജ്ഞാനായക്കാരാണ് എന്നും യഹൂദന്മാർ ക്രൈസ്തവ മതം സ്വീകരിച്ചവരാണെന്നും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പാരമ്പര്യവും തനിമയും ഉണ്ടെന്നും ഞങ്ങൾ മധ്യപൂർവ്വ ദേശങ്ങളിൽ നിന്ന് കടന്നു വന്നവരാണെന്നും എടുത്തു പറയുന്നതായ ഒരു സമൂഹം, മറ്റൊരു സമൂഹം നമുക്ക് ചുറ്റുമില്ല. നാം മാത്രമാണ് പറയുന്നത് ഞങ്ങൾ ഈ മലങ്കര മണ്ണിൽ കേരളക്കരയിലേക്ക് കുടിയേറി പാർത്തവരാണ് എന്നുള്ളത്. നമുക്കറിയാം, ഏതർത്ഥത്തിലും പ്രത്യേകിച്ച് ഈ കേരളത്തിലെ മലയാള കരയിൽ ഒരു സമൂഹം ഒരു സുപ്രഭാതത്തിൽ പറയുവാൻ സാധിക്കുകയില്ല ഞങ്ങൾ മാത്രം മധ്യപൂർവ്വ ദേശങ്ങളിൽ നിന്ന് ഈ മണ്ണിലേക്ക് കടന്നു വന്നവരാണെന്ന്. കാരണം അവിടെ ചുറ്റുപാടുമുള്ള തലമുറയ്ക്ക് തീർച്ചയായും അറിയാമല്ലോ ഓരോരുത്തരെയും അവരുടെ മുൻഗാമികളെക്കുറിച്ചും. അപ്പോൾ ഒരു ചരിത്ര സത്യമായതുകൊണ്ടായിരിക്കണമല്ലോ ഒരു പ്രത്യേക സമൂഹം പറയുന്നു ഞങ്ങൾ 4-ാം നൂറ്റാണ്ടിൽ ഇവിടെ കടന്നു വന്നവരാണ് എന്ന്. മറ്റാരും അത് അവകാശപ്പെടുന്നുമില്ല. വളരെ പ്രസിദ്ധരായിട്ടുള്ള ചരിത്രകാരന്മാർ, ബിഷപ്പ് റോസ് ഉൾപ്പെടെ, ഗുവേ ഉൾപ്പെടെ അനേകം ചരിത്രകാരന്മാർ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4-ാം നൂറ്റാണ്ടിലെ കുടിയേറ്റത്തെക്കുറിച്ച്, ക്നായിത്തൊമ്മനെക്കുറിച്ച് ഒക്കെ. എന്തിന് കൂടുതൽ അല്ലെങ്കിൽ ഏറെ പറയണം, കൊടുങ്ങല്ലൂരിലെ ലാറ്റിൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ളതായ കൊടുങ്ങല്ലൂരിൽ അവിടുത്തെ
ബിഷപ്പിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതായ ആ പ്രദേശങ്ങളിലെ പള്ളിയിൽ ഇത് ക്നായിത്തൊമ്മൻ്റെ കുടീരമാണ്, ശവകുടീരമാണ് എന്ന് എഴുതി വച്ചിരിക്കുക. ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നു. ഇത് ഇന്നിപ്പോഴും ഒരു ലാറ്റിൻ കത്തോലിക്ക ബിഷപ്പിൻ്റെ കീഴിലെ ജൂറിസ്ഡിക്ഷനിൽ ഒരു ചാപ്പലിൽ ഇത് ക്നായിത്തൊമ്മൻ്റെ ശവകുടീരമാണ് എന്ന് എഴുതി വെക്കണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണും. അവിടെ ഇന്നും അത് കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ അതിൽ ചരിത്രപരമായ അതിൻ്റെ വേരോട്ടത്തെ മനസ്സിലാക്കിയിട്ടാകണമല്ലോ ലാറ്റിൻ കത്തോലിക്ക സമൂഹം. അത് ക്നാനായ സമൂഹമാണെന്ന് അവർ അവകാശപ്പെടുന്നില്ല. അവർ ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റിയാണെന്ന് പറയുമ്പോൾ തന്നെ ക്നായിത്തൊമ്മൻ ഈ കേരളത്തിലെ 4-ാം നൂറ്റാണ്ടിൽ വന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് എന്ന് ഇപ്പോഴും പറയുന്നുവെന്ന് ഞങ്ങൾ ഓൾ കേരള ബിഷപ്പ് കോൺഫറൻസ് ഈ 2015 ഞങ്ങൾ കാക്കനാടുള്ള സീറോ മലബാർ ചർച്ചിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ ഒന്നിച്ചു കൂടിയപ്പോഴും അവിടുത്തെ ബിഷപ്പ് പറയുകയുണ്ടായി, കൊടുങ്ങല്ലൂരിൻ്റെ അവിടെയുള്ള ബിഷപ്പ്, ലാറ്റിൻ കാത്തലിക് ബിഷപ്പ് പറഞ്ഞു, ഞങ്ങളത് വളരെ പരിപാവനമായിട്ടാണ് കാത്തു സൂക്ഷിക്കുന്നത്, അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത് തന്നെ വ്യക്തമായൊരു ഉദാഹരണമാണ്. ക്നായിത്തോമായുടെ നേതൃത്വത്തിൽ കടന്നു വന്നവരായ ഈ സമൂഹത്തിന് ക്നായിത്തോമായുടെ ഒരു ശവകുടീരം ഇവിടെ ഉണ്ട് എന്നുള്ളത് ക്നാനായക്കാരുടെ പിൻഗാമികളെന്ന് അവകാശപ്പെടാത്ത ഒരു ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റി തന്നെ ഇത് ക്നായിത്തോമായുടേതാണെന്ന് പറയുമ്പോൾ അതിൽ ചരിത്രത്തിൻ്റെ എന്തെങ്കിലും ഒരു സത്യമില്ല എങ്കിൽ മറ്റൊരു കമ്മ്യൂണിറ്റി അത് പറയുമോ? ഈ കാര്യവും ഈ അടുത്ത സമയത്ത് ഞങ്ങൾ ഓൾ കേരള ബിഷപ്പ് കോൺഫറൻസിൽ സംസാരിച്ചു എന്നുള്ളതാണ് സത്യം. വീണ്ടും ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമൂഹമായി ഇന്ന് നിലകൊള്ളും. അത് ക്നാനായ സമൂഹത്തിൻ്റെ മെത്രാപ്പോലീത്തി എന്നുള്ള നിലയിൽ, മേലധ്യക്ഷൻ എന്നുള്ള നിലയിൽ, അതിൻ്റെ മുഖ്യ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാൻ ഒരു പ്രത്യേകമായി ഞങ്ങളെ തന്നെ കമ്മ്യൂണിറ്റിയെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുകയല്ല. ഇവിടെ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ് ക്നാനായ സമൂഹം. എന്നാൽ കാലാകാലങ്ങളിൽ ഈ കേരളത്തിൽ മന്ത്രിമാർ ക്നാനായ സമുദായത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്, എം പിമാരുണ്ടായിട്ടുണ്ട്, MLA മാരുണ്ടായിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതോടൊപ്പം മെമ്പേഴ്സ് ഉണ്ടാകുന്നു. എന്തിനേറെ പറയുന്നു, ഇന്ന് കർണാടക സംസ്ഥാനത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ സെക്കൻഡ് ഇൻ കമാൻഡായ ഹോം മിനിസ്റ്റർ KJ ജോർജ് കേളചന്ദ്ര ക്നാനായ സമുദായത്തിൽപ്പെട്ട അംഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കമ്മ്യൂണിറ്റി തങ്ങളുടേതായ ഐഡൻറ്റിറ്റി കീപ്പപ്പ് ചെയ്യുമ്പോൾ തന്നെ പൊതുസമൂഹവുമായി എത്രമാത്രം അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിന് അക്ഷരാർത്ഥത്തിൽ വിളിച്ചോതുന്നതിൻ്റെ തെളിവാണ്. കേരളത്തിലും കർണാടകയിലും വരെ അവിടുത്തെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാകുന്ന കർണാടകയുടെ ആഭ്യന്തരമന്ത്രി സ്ഥാനം ഒരു ക്നാനായക്കാരൻ നിർവഹിക്കുന്നു എന്നുള്ളത്. ഈ ക്നാനായക്കാരെക്കുറിച്ച് അവരൊരു പൊതുസമൂഹം അല്ലെ മറ്റുള്ള ആളുകളോടൊരു ഡിസ്ക്രിമിനേഷൻ അല്ലെ ഒരു ഡിസ്ക്രിമിനേറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വിവേചനപരമായ നിലയിൽ മറ്റുള്ളവരെ കാണുന്നവരാണ് എന്ന് പൊതുസമൂഹത്തിന് തോന്നിയിരുന്നുവെങ്കിൽ ഒരിക്കലും ക്നാനായ സമുദായത്തിൽ നിന്ന് ഒരു മന്ത്രിയോ MP-യോ MLA-യോ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകുകയില്ലായിരുന്നു. പ്രത്യേകിച്ചും അവരുടെ ആളിൻ്റെ എണ്ണം കൊണ്ട്, ന്യൂമറിക്കൽ സ്ട്രെങ്ത് കൊണ്ട് ഒരിക്കലും MP, MLA, മിനിസ്റ്ററാകാൻ അവരെ കൊണ്ടാവില്ല. അപ്പോൾ പൊതുസമൂഹം അംഗീകരിക്കണമെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, പ്രോഗ്രസ്സിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് ക്നാനായ സമുദായം. അവരിൽ തന്നെ ഒതുങ്ങിപ്പോകുന്നവരല്ല, അവർക്ക് വേണ്ടി മാത്രം ക്നാനായ സമുദായം നിലനിൽക്കുന്നവരല്ല എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ, ആയിരിക്കണമല്ലോ ഈ രാഷ്ട്രീയ തലങ്ങളിൽ ഇത്രമാത്രം പ്രശോഭിക്കുവാൻ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളായ മന്ത്രി, MP, MLA-മാർ ഈ സമുദായത്തിൽ കാലാകാലങ്ങളിൽ തലമുറകളായി ഉണ്ടായിരിക്കുന്നതെന്ന് നാം പ്രിയ ക്നാനായ മക്കളെ നാം അറിഞ്ഞിരിക്കണം.
അപ്പോൾ ക്നാനായ സമുദായത്തെക്കുറിച്ചും അതിൻ്റെ പാരമ്പര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പൈതൃകത്തെക്കുറിച്ചും അതിൻ്റെ അപ്പസ്തോലികമായ സവിശേഷതകളെക്കുറിച്ചും വേരോട്ടത്തെക്കുറിച്ചും പൂർണ്ണ ബോധ്യമുള്ളവരായ പൊതുസമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. നമ്മളെ അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകുക എന്ന് ഇൻഡയറക്റ്റായി പറയുന്നതിന് തുല്യമാണല്ലോ മന്ത്രി, എം പി, MLA-മാരെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിലെ സേവന മനസ്ഥിതിക്കാരായി വോളണ്ടിയേഴ്സായി മുന്നോട്ട് വരുന്നവരെ അംഗീകരിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കുവാനും സന്തോഷിക്കുവാനും ദൈവത്തോട് നന്ദി പറയുവാനും ദൈവത്തെ സ്തുതിക്കുവാനും നാം കടപ്പെട്ടവരാണെന്ന് എൻ്റെ പ്രിയമക്കളെ, നിങ്ങളുടെ മുഖ്യ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ, സമുദായ മെത്രാപ്പോലീത്ത എന്നുള്ള നിലയിൽ എനിക്ക് ഏറ്റവും വിനയത്തോടെ പറയുവാൻ സാധിക്കും. വീണ്ടും ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് നമ്മുടെ യുവതി യുവാക്കൾ, കുട്ടികൾ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സെലക്ട് ചെയ്ത് പഠിക്കുവാൻ പോകുന്നു. സ്വാഭാവികമായി മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അറേഞ്ച്ഡ് മാരേജ് സിസ്റ്റം നിലനിന്നതിൽ നിന്നും കുറച്ചൊക്കെ വ്യത്യസ്തമായിട്ട് കുട്ടികൾക്ക് നാനാജാതി മതസ്ഥരായ ആളുകളുമായി കൂടുതൽ ഇൻട്രാക്ഷനുള്ള അവസരം ലഭിക്കുകയാണ്. അത് ഏറ്റവും നല്ലത് തന്നെയാണ്. പക്ഷേ ആ ഇൻട്രാക്ഷൻ കൊണ്ട് നമ്മളുടെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തണമെന്നില്ലല്ലോ, തീർച്ചയായിട്ടുമില്ല. നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു യുവാവ് യുവതിയെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, തിരിച്ചു അതുകൊണ്ട് അവരെ വിവാഹം ചെയ്യണമെന്ന് ഒരിക്കലും അർത്ഥമാകുന്നില്ല. ഞങ്ങളെ നല്ല സുഹൃത്തുക്കളാണ് എന്ന് പറയുന്നത് കൊണ്ട് എല്ലാ സുഹൃത്തുക്കളെയും നമുക്ക് വിവാഹം ചെയ്യുവാൻ സാധിക്കുകയില്ല. നമുക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും സുഹൃത്തുക്കളായി ഉണ്ടായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് വിവാഹം ചെയ്യണമെന്ന് അതിനർത്ഥമാകുന്നില്ല. ഞങ്ങൾ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സാണ്, ക്ലാസ് ഫ്രണ്ട്സാണ് എന്ന് പറയുന്നത് കൊണ്ട് അത് വിവാഹത്തിൽ തന്നെ അല്ലെങ്കിൽ ചെന്ന് എത്തിച്ചേരണമെന്ന് ഇല്ല. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്നേഹത്തെ ഓർമ്മപ്പെടുത്തുന്നത്, ക്നാനായ ഐഡൻറ്റിറ്റി നിലനിർത്തുവാൻ തക്കവണ്ണം നമ്മളെല്ലാവരെയും നല്ല ഫ്രണ്ട്സായി കാണുവാനും അതനുസരിച്ച് അവരോട് ഇടപെടുവാൻ പെരുമാറുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടത് വിവാഹം ചെയ്തേ തീരൂ എന്നില്ല. കാരണം അവനവൻ്റെ ഐഡൻറ്റിറ്റി കീപ്പപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ലോകമൊട്ടുക്ക് സാധാരണമാണ്. നമുക്കറിയാം, ഏത് രാജ്യത്തിലുള്ളവരാണെങ്കിലും ഏത് കൾച്ചറിൽപ്പെട്ടവരാണെങ്കിലും ഏത് കാസ്റ്റാണെങ്കിലും സബ് കാസ്റ്റാണെങ്കിലും അവർക്കൊരു സ്വാഭാവികമായ വികാരമാണ് അവരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെ തന്നെ അവരുടെ മക്കൾ ലൈഫ് പാർട്ട്നേഴ്സായി സെലക്ട് ചെയ്യണമെന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ട് നമ്മളതിന് നിയമത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ നമ്മളെ മാനവികതയ്ക്കോ എതിരായിട്ടോ ഞാൻ സംസാരിച്ചു എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. നമ്മളുടെ ഐഡൻറ്റിറ്റി, വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ എല്ലാവരെയും സ്നേഹിക്കുവാനും ഈ പൊതുസമൂഹത്തിൻ്റെ സേവകരായും തീരുവാൻ നമുക്ക് സാധിക്കും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഭൂലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരിൽ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ നമ്മുടെ ക്നാനായ സമൂഹത്തിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ ക്നാനായ സമുദായത്തിൽ ജനിക്കണമെന്ന് നമ്മളാരോടും പറഞ്ഞിട്ടല്ല, നമ്മളൊരിടത്തും ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടല്ല, നമ്മുടെ മാതാപിതാക്കന്മാർ ക്നാനായക്കാരായിരിക്കണമെന്ന് നിങ്ങളോ ഞാനോ ആരോടും ആവശ്യപ്പെട്ടില്ല, അപേക്ഷിച്ചിട്ടില്ല. നമ്മൾ ക്നാനായക്കാരായി പിറന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം കൊണ്ടാണ്. അങ്ങനെ ഭൂലോകത്ത് ഏത് സമുദായത്തിൽപ്പെട്ടവരും സമൂഹത്തിൽപ്പെട്ടവരും ജാതി മതത്തിൽപ്പെട്ടവരും ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് അവർ ഈ ലോകത്ത് ജനിച്ചു കഴിയുമ്പോഴാണ് തങ്ങളുടെ മാതാപിതാക്കന്മാർ ഇന്ന വ്യക്തികളാണെന്ന് അറിയുന്നത്. അപ്പോൾ ഈ ലോകത്ത് ഇത്രയും സമൂഹങ്ങളുണ്ടായിരിക്കെ തങ്ങളിൽ നിന്ന് മാത്രം വിവാഹം ചെയ്യുന്ന, സ്വവംശ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന, തങ്ങളുടെ സമുദായത്തിൽ നിന്ന് ക്നാനായ സമൂഹത്തിൽ നിന്ന് മാത്രം വിവാഹം ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ജനിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ ഈ സമൂഹത്തിൽ ജനിച്ചെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. നമ്മളാരും ആരോടും ആവശ്യപ്പെട്ടിട്ടല്ല. അങ്ങനെ ഈ സമൂഹത്തിൽ നമ്മൾ ജനിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചെങ്കിൽ സ്വാഭാവികമായി ആ സമൂഹത്തിൻ്റെ എല്ലാ ആചാരമര്യാദകളും പാരമ്പര്യങ്ങളും പൈതൃകവും
ദൈവത്തിനറിയാം. അപ്പോൾ അവരാ പൈതൃകം കാത്തു സൂക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടും കരുതിക്കൊണ്ടും ആയിരിക്കണമല്ലോ ദൈവം ഈ സമുദായത്തിലെ സമൂഹത്തിൽ നാം ജനിക്കുവാൻ ഇടയാക്കിയത്. അല്ലെങ്കിൽ നമ്മെ മറ്റേതെങ്കിലും ഒരു സമുദായത്തിലേക്ക് ജനിപ്പിക്കാമായിരുന്നു. എന്തുകൊണ്ട് ജ്ഞാനായ സമുദായത്തിൽ തുലവും എണ്ണത്തിൽ ചുരുക്കമായി സമൂഹത്തിലേക്ക് നമ്മൾ ജനിക്കാൻ ഇടയായി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ജനിച്ചെങ്കിൽ അതനുസരിച്ച് നമ്മൾ ജീവിക്കുക സ്വാഭാവികവുമാണല്ലോ. അപ്പോൾ അതിൽ നാം ദൈവത്തെ അനുസരിക്കുന്നവരായി ഈ സമുദായത്തിലെ സമൂഹത്തിൽ ജനിച്ചതുകൊണ്ട് ദൈവത്തെ മറന്ന് ജീവിക്കാൻ നാം പറയുന്നില്ലല്ലോ. നാം ദൈവത്തോട് ചേർന്ന് ദൈവകൽപ്പനകൾ അനുസരിച്ച് മനുഷ്യരോട് സ്നേഹമുള്ളവരായി വിശ്വമാനവികതയെ നമ്മുടെ സ്വപ്നമായി കാണണമെന്ന് പഠിപ്പിക്കുന്ന ഈ സമൂഹത്തിൽ ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നത് അഭിമാനത്തിൻ്റേതല്ലേ. ഇനി രാഷ്ട്രീയമായിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം, ഈ രാജ്യത്തെ ഏറ്റവും വലിയതായ ഉന്നതമായ ഒരു പോസ്റ്റാണ് സുപ്രീം കോടതി ജഡ്ജി എന്ന് പറയുന്നത്. ഈ ജ്ഞാനായ സമുദായത്തിൽ നിന്ന് സുപ്രീം കോടതി ജഡ്ജിമാരുണ്ടായിട്ടുണ്ട്. IPS ഓഫീസർമാർ, ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS, ഇന്ത്യൻ റവന്യൂ സർവീസ് IRS, അങ്ങനെ ഹൈ റാങ്കിങ് ഒഫീഷ്യൽസ് നമ്മുടെ സമുദായത്തിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ, അതോടൊപ്പം രാഷ്ട്രീയ മേഖലകളിൽ, അതുപോലെ തന്നെ സാംസ്കാരിക മേഖലകളിൽ നമുക്ക് ഉന്നതരായിട്ടുള്ള നല്ല കവികൾ, ചരിത്രകാരന്മാർ, നല്ല എഴുത്തുകാർ, മെൻ ഓഫ് ലെറ്റേഴ്സ് കാലാകാലങ്ങളിൽ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു മേഖലകളിലും പിന്നിലല്ല. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സാഹിത്യ മേഖലകളിൽ നമ്മൾ ഒട്ടും പിന്നിലല്ല. ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്, ഇതൊരു ക്ലോസ് നിറ്റ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരുപക്ഷെ ബുദ്ധിമാന്യം തന്നെ കുറച്ചാളുകൾ അവരിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യുമ്പോൾ അത് അപകടകരമായ ഒരു ജനറ്റിക് പ്രോബ്ലംസിലേക്ക് തന്നെ അതുണ്ടാകുമോ, ഇഷ്യൂസ് ഉണ്ടാകുമോ എന്ന്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ സിവിൽ സർവീസ് എക്സാം പാസ്സാകുന്നത്, സുപ്രീം കോടതി ജഡ്ജി വരെ ആ തലങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്? അപ്പോൾ ഹൈ റാങ്കിങ് ഒഫീഷ്യൽസ് ഉൾപ്പെടെ, പൊളിറ്റിക്കൽ ഫീൽഡിലെ ഉന്നതരുൾപ്പെടെ, സാഹിത്യകാരന്മാരുൾപ്പെടെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് സംഭാവന ഈ പൊതുസമൂഹത്തിന് കൊടുക്കുന്നെങ്കിൽ നമ്മൾ ആരുടെയും പിന്നിലല്ല. പക്ഷേ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ദൈവാരാധനയും മനുഷ്യ സ്നേഹവുമാണ്. അതിൽ നിന്ന് നമ്മൾ ഒരണുഇട പോലും പുറകോട്ട് പോകില്ല. ഇന്ന് തന്നെ ഈ കേരളത്തിലെ ഒരു വലിയ പ്രസ്ഥാനമാണ് മെത്രാന്മാരുടെ ഇടയിലെ നിലയ്ക്കൽ എക്യൂമെനിക്കൽ ട്രസ്റ്റ്. അതിൽ കത്തോലിക്ക സമുദായത്തിലെ എല്ലാ ബിഷപ്സ്, ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ, CSI, കൽദായ, അതുപോലെ തന്നെ നമ്മുടെ വ്യത്യസ്തമായ അനേകം സഭകൾ, തോഴിയൂർ സ്വതന്ത്ര സഭ, ഇതെല്ലാം അതിലെ അംഗങ്ങളാണ്. ആ നിലയ്ക്കൽ എക്യൂമെനിക്കൽ ട്രസ്റ്റിൻ്റെ വൈസ് ചെയർമാനായി 3 കൊല്ലം വീതമുള്ള 2ാമത്തെ കൺസിക്യൂട്ടീവ് ടൈമിലും ഞാൻ സേവനം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ ഒരു റേഷ്യൽ ഐഡൻറ്റിറ്റിയുടെ പേരിൽ ഇവിടുത്തെ മെത്രാന്മാർ ഒരു ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനായ സമൂഹത്തിൻ്റെ മെത്രാപ്പോലീത്തായിക്ക് എങ്ങനെ ഈ കേരളക്കരയിലെ മുഴുവൻ എപ്പിസ്കോപ്പൽ ചർച്ചസിനെയും പ്രതിനിധീകരിക്കുന്ന നിലയ്ക്കൽ എക്യൂമെനിക്കൽ ട്രസ്റ്റും അതുപോലെ തന്നെ മറ്റ് മെത്രാന്മാരുടെ സമിതികളിലും അതിൻ്റെ വൈസ് ചെയർമാൻ വരെയുള്ള സ്ഥാനങ്ങളിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെയുള്ള മെത്രാന്മാർക്കും അറിയാം, തീർച്ചയായിട്ടും ഈ ജ്ഞാനായ സമൂഹം പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ്. അവർക്കാരോടും ഒരു വിധത്തിലുമുള്ളതായ വിവേചനമില്ല. എല്ലാവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഈ കാക്കനാട് വെച്ച് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും സീറോ മലബാർ ചർച്ചിൻ്റെ ആസ്ഥാനത്ത് വെച്ച് ഏകദേശം 40-ൽ പരം ബിഷപ്സ് വ്യത്യസ്ത സഭകളിലെ അവിടെ സമ്മേളിച്ചു. അവിടെയൊക്കെയും ജ്ഞാനായ സമൂഹത്തിൻ്റെ മെത്രാപ്പോലീത്തയ്ക്ക്, മറ്റ് മെത്രാച്ചന്മാർക്ക്, മേഖലാ മെത്രാപ്പോലീത്തന്മാർക്ക് അവർക്കൊക്കെ വേണ്ടതായ വലിയ സ്നേഹത്തിൻ്റെ അനുഭവം പങ്കുവെക്കുവാനായിട്ട് സാധിച്ചു. ഈ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്താൽ, കൃപയാൽ, അതോടൊപ്പം തന്നെ മനുഷ്യരെക്കുറിച്ചുള്ള വലിയ കരുതലിൻ്റെ ഭാഗമായിട്ട് വിശ്വമാനവികതയെ എന്നും മുഖമുദ്രയാക്കി ജീവിച്ചിട്ടുള്ള ഈ സമൂഹത്തിൽ നിങ്ങളതിൽ അഭിമാനം കൊള്ളുകയും എൻ്റെ ജീവിത പങ്കാളി ഒരു ജ്ഞാനായക്കാരൻ അല്ലെ ഒരു ജ്ഞാനായ കരുത്തി ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോയെങ്കിൽ അതൊരിക്കലും ദൈവനിന്ദയോ അല്ലെങ്കിൽ നമ്മളേതെങ്കിലും
മതത്തോടോ പൊതുസമൂഹത്തോടോ ചെയ്യുന്ന വിവേചനമൊന്നും നമുക്ക് പറയാനാവില്ല. പിന്നെയോ നമ്മളതിനെ കൂടുതലായിട്ട് നാം അതിനെ ശക്തീകരിക്കുകയും അതിനെ കൂടുതൽ ഊഷ്മളതയുള്ളതാക്കുകയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ വ്യക്തിത്വം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൻ്റെ സേവകരായി നമ്മൾ തീരുകയും അതൊരു പൂന്തോട്ടത്തിലെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പുഷ്പമാണെങ്കിൽ പോലും അനേകം പുഷ്പങ്ങൾ ഒരു പ്രത്യേക ഒരു ഫാമിലിയിൽപ്പെട്ടതായി ഉണ്ടെങ്കിലും ഇത് വളരെ ഒറ്റപ്പെട്ട് തന്നെ നിൽക്കുന്നെങ്കിലും അതിന് മനോഹാരിത വളരെ കൂടുതലുണ്ടെങ്കിൽ, അത് വളരെയേറെ ശോഭയേറിയതാണെങ്കിൽ, അത് ആകർഷകമുള്ളതാണെങ്കിൽ അതിനെ പൊതുസമൂഹം സന്തോഷത്തോടെ കൺകുളിർക്ക അതിനെ നോക്കിക്കാണുന്നെങ്കിൽ അതൊരു ദൈവാനുഗ്രഹമെന്നല്ലാതെ മറ്റെന്താണ് പറയുക? ആ ദൈവാനുഗ്രഹത്തിൽ പൊതുസമൂഹം ഉറ്റുനോക്കുന്ന ഒറ്റപ്പെട്ട പുഷ്പം പോലെ നിൽക്കുന്നെങ്കിലും ആ പൂന്തോട്ടത്തെ ഏറ്റവും ആകർഷകമാക്കുന്നത് എന്ന് ഞാൻ പറയട്ടെ, ആകർഷകമാക്കുന്നതാണ് ഈ ജ്ഞാനായ കമ്മ്യൂണിറ്റി എങ്കിൽ അതിൽ നമുക്ക് പ്രിയപ്പെട്ട എല്ലാ യുവജനങ്ങളെ, എല്ലാ പ്രിയപ്പെട്ട വാത്സല്യ മക്കളെ നമുക്കതിൽ അഭിമാനിക്കാം, സന്തോഷിക്കാം. നമ്മളുടെ ഈ തനിമയും പാരമ്പര്യവും കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുവോളം നിലനിർത്താൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനായി നമുക്ക് അധ്വാനിക്കാം, ഉറങ്ങാതെ അധ്വാനിക്കാം. ദൈവം നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും ആശകളും ആഗ്രഹങ്ങളും തീർച്ചയായിട്ടും പൂവണിയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെല്ലാം വളരെ ഉപോത്ബലകമായിട്ട് സഹായിക്കുന്ന ജ്ഞാനായ weddings.com എന്ന നമ്മുടെ യുവജനങ്ങൾക്ക് തങ്ങളുടെ ജീവിത പങ്കാളിയെ, ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനുള്ള ആ വലിയ സംരംഭം ഭൂലോകം മുഴുവനുള്ള ജ്ഞാനായ യുവജനങ്ങൾക്ക് വിതിൻ നോ ടൈം, നിമിഷങ്ങൾക്കുള്ളിൽ തങ്ങൾ ഈ ക്വാളിഫൈഡായിട്ടുള്ള മിടുക്കന്മാരായ മിടുക്കികളായ നമ്മുടെ കുട്ടികളെ അവരുടെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കുവാൻ അനേകരിൽ നിന്ന് അവർക്ക് യോഗ്യരായവരെ, ഒരാൺകുട്ടിക്ക് പെൺകുട്ടിക്ക് ആ ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള ഒരു വലിയ സംരംഭമാണല്ലോ ഈ ജ്ഞാനായ weddings.com. അത് വളരട്ടെ, അത് വളർന്നു പന്തലിക്കട്ടെ. എല്ലാവരുടെയും വീട്ടിനുള്ളിൽ ഏത് സമയത്തും അതൊക്കെ നോക്കിക്കാണുവാനും മാതാപിതാക്കന്മാരോട് ചേർന്ന് ചിന്തിക്കുവാനും തങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് യോഗ്യരായവർ ഈ സമൂഹത്തിലുണ്ടെന്നുള്ള ബോധ്യം വരുന്നതിനും ഈ ജ്ഞാനായ weddings.com സഹായകരമാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ച് ആശംസിച്ച് ഇതിൻ്റെ എല്ലാ ഭാരവാഹികളെയും, ഈ മാട്രിമോണിയൽ വെബ്സൈറ്റിൻ്റെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ഫ്ലാറ്റിലെയാ ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ഐസ് ക്യൂബ്സ്. അകത്തേക്ക് വരൂ. വാവ്, നല്ല ഫിനിഷിംഗ് ഉണ്ടല്ലോ. ഈ തടിയൊക്കെ ഈർപ്പം തട്ടി കേടാവില്ലേ? ഇത് വെറും തടിയല്ല, ഇത് മൾട്ടിവുഡാ, ചിതലരിക്കില്ല. അത് മാത്രമല്ല, ഇത് വാട്ടർ പ്രൂഫും ഫയർ പ്രൂഫും കൂടിയാണ്. ഓഹോ, തടിയേക്കാളും പണച്ചെലവും കുറവാ, വേഗത്തിൽ പണിയും തീരും. ഹലോ, ഐസ് വേണ്ടേ? Thompson Multiwood. Substitute for wood. ജ്ഞാനായ കല്യാണങ്ങൾ ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ. ദ മോസ്റ്റ് ട്രസ്റ്റഡ് ജ്ഞാനായ മാട്രിമോണിയൽ. ജ്ഞാനായ weddings.com